إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد واتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب أوصيكم وإياي أولا بتقوى الله عباد الله اتقوا الله ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചരക്ഷിതാവായ പടച്ചറപ്പിന്റെ വിധിവിലക്ക് ശ്രദ്ധിച്ച് മുഅ്മിനുകളായി മുസ്ലിങ്ങളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരായി ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് സൂറത്ത് സുമറിലെ 10-ാമത്തെ വചനമാണ്. ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്ന കാര്യം وقال ابن عباس رضي الله عنه تفسيرا لآية التي قرأت في أول هذه الخطبة يريد جعفر بن أبي طالب والذين معه إلى الحبشة. ജാഫർ ബിൻ അബി താലിബ് അദ്ദേഹത്തിന്റെ കൂടെ ഹബശയിലേക്ക് ഹിജ്റ പോയ പലായനം ചെയ്ത ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ആയത്താണ് എന്നാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ഒരുപാട് ഹിജ്റകൾ ഉണ്ടായിട്ടുണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിൽ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹിജ്റയാണ് ഹബശയിലേക്കുള്ള ഹിജ്റ. അത് സംബന്ധമായി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സൂറത്ത് സുമറിൽ പ്രതിപാദിക്കുന്ന ഒരു ആയത്താണ് ഖുൽ യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും. എൻ്റെ വിശ്വാസികളായ അടിമകളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന. ഈ ദുനിയാവിൽ ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് ഇവിടെ നന്മ ചെയ്യുന്നത്, അവർക്ക് ഫീ ഹാദിഹി ദുനിയാ ഹസന, ഇവിടെ വെച്ച് തന്നെ അവർക്ക് നന്മയുണ്ടാകുന്നതാണ്, പ്രതിഫലമായി ഉണ്ടാകുന്നതാണ്. വഅർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി അതിവിശാലമാണ്. നിങ്ങൾ ജനിച്ചയിടം മാത്രമല്ല, നിങ്ങൾ പിറന്നു വീണ നാട് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നാട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ലോകം വിശാലമായി കിടക്കുന്നു. അള്ളാഹുവിന്റെ ഭൂമി പലതരത്തിലാണ്, ആളുകൾ കഴിയുന്ന ആ സ്ഥലങ്ങൾ. വഅർദുല്ലാഹി വാസിഅ ഇന്നമാ യുവഫ്ഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്.
സ്വാഭിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം യാതൊരു കണക്കുമില്ലാതെ നൽകുന്നതാണ്. നാട് വിടുമ്പോ, വീട് വിടുമ്പോ, കുട്ടികളെയും കുടുംബത്തെയും ഒഴിവാക്കി ജീവിക്കുമ്പോ, മറ്റു നാടുകളിലേക്ക് ജീവിതമാർഗത്തിനോ ഈമാൻ സംരക്ഷിക്കുന്നതിനോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ യാത്ര ചെയ്യുകയാണെങ്കിൽ, അഥവാ പ്രവാസികളാണെങ്കിൽ അള്ളാഹു നൽകുന്ന ഓഫറാണ്. അവിടങ്ങളിലൊക്കെ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് നന്മ കിട്ടുട്ടോ. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാകും, പ്രയാസങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകും, ഈമാനികമായി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് നന്മകൾ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്വാഭിര്യങ്ങളായ ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം കണക്കില്ലാതെ നൽകുന്നതാണ്. മിൻ അവ്വലിഹിം الذي هاجر إلى الحبشة الصحابة الجليل والخليفة الثالث من الرشداء عثمان بن عفان رضي الله عنه وزوجته بنت النبي صلى الله عليه وسلم رقية رضي الله عنها. ഈ സംഘത്തിന്റെ നേതൃത്വമായിരുന്നു അറിയോ? പട്ടിണിയും പ്രയാസവും പരിവട്ടവും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് മക്കയിൽ ജീവിച്ചു പോകാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹിജ്റത്തുൽ ഹബശ ഹദസുൻ താരീഖിയുൻ അദീമുൻ ഫലമ്മ ഇസ്തദ്ദ ബലാഉ ഖുറൈശ് جاء التوجيه من رسول الله صلى الله عليه وسلم أن يذهبوا أن يهاجروا إلى الحبشة، فقال لهم لو خرجتم إلى أرض الحبشة فإن فيها ملكا لا يظلم عنده أحد وهي أرض صدق حتى يجعل الله لكم فرجا مما أنتم فيه. വല്ലാത്ത പ്രയാസം അവിടങ്ങളിലൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾക്ക് വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, ഇടപാടുകൾ പാടില്ല, അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല. വല്ലാതെ പ്രയാസപ്പെട്ടു വിശ്വാസികൾ. തുടക്കത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. വീടിന്റെ അകത്തളങ്ങളിൽ വെച്ചിട്ട് അവരിലെ പ്രമാണിമാർ അവരെ ചുട്ടരിച്ച് കൊല്ലുമ്പോ, പുകക്കിട്ട് കൊല്ലുമ്പോ, മർമ്മസ്ഥാനങ്ങളിൽ ആണിയടിച്ച് കൊല്ലുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞത്, സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. നിങ്ങൾക്ക് ക്ഷമിക്കൂ, നിങ്ങൾക്ക് വരാൻ പോകുന്ന മൗഇദ് എന്ന് പറയുന്നത്, വാഗ്ദാനം എന്ന് പറയുന്നത് ജന്നത്താണ്, സ്വർഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കുകയായിരുന്നു. അവിടെയും ഗത്യന്തരല്ലാതായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഹബശയിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞത്. ഒന്നല്ല, 2 തവണയായിട്ടാണ് അവർ പോയത്. ആദ്യം പോയപ്പം 12 പുരുഷന്മാരും 4 സ്ത്രീകളുണ്ട്. അതിന്റെ നേതൃത്വം മഹാനായ സഹാബി ഖലീഫ അൽ ഖുലഫാ റാഷിദീൻ മൂന്നാമനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയാപ്പിളയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മറ്റൊരു നേതൃത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയുമായ റുഖിയ റളിയല്ലാഹു അൻഹ. ആരായി പോണത്? എത്ര കിലോമീറ്ററുകളായി യാത്ര ചെയ്യുന്നത്? ഹബശയിൽ എത്തണമെങ്കിൽ മക്ക മരുഭൂമി താണ്ടിക്കിടക്കണം, എന്നിട്ട് കടൽ കടക്കണം, എന്നിട്ട് മറുകര എത്തിയ ശേഷം വീണ്ടും നടക്കണം. എത്ര ദിവസത്തെ യാത്രകളാണ് ആ കാലഘട്ടത്തിൽ പോലും അവർ നടത്തിയത്. രണ്ടാമത്തെ യാത്രയിൽ ഉണ്ടായിരുന്നത് 83 പുരുഷന്മാരും 18 സ്ത്രീകളാ. സഹാബ പോവുക,
സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ ആരോടെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചാൽ അതിനുള്ള സൗകര്യങ്ങളില്ലാതെ, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുമ്പോൾ അവർ പോവുക, ദൂരങ്ങളിലേക്ക് പോവുക. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെന്നാലേ അവിടെ ഒരു രാജാവുണ്ടല്ലോ, ഖറജ്തും ഇലാ അർദിൽ ഹബശ ഫഇന്ന ബിഹാ മലികൻ ലാ യുദാമു ഇൻദഹു അഹദൻ. അവിടെ ഉണ്ട് ഒരു രാജാവ്, നജാശി. അദ്ദേഹത്തിന്റെ അടുക്കൽ ആരെങ്കിലും ചെന്നാൽ അവർക്ക് അദ്ദേഹം അഭയം നൽകും, അവർ ആക്രമിക്കപ്പെടുകയില്ല. വഹിയ അർളു സിദ്ഖിൻ, സത്യസന്ധമായ, സത്യമുള്ള, നീതിയുള്ള ഒരു നാടാണ്, ദൂരദേശാണ്. എങ്കിലും നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. രണ്ടാമത്തെ സംഘത്തിന്റെ നേതാവ് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. എന്തിനാ അവർ പോയത്? ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് പോയതാ, അന്നം തേടി പോയതാ. കുടുംബത്തിന്റെ കാര്യങ്ങൾ വളരെ പ്രയാസമാകുമ്പോ എല്ലാവരെയും കൂട്ടി ഒന്നിച്ചു പോയതാ. എന്നിട്ട് അവര് അവിടെ ചെന്ന് എന്താ ചെയ്തത്? അവിടെ ചെയ്തതോ, യാ ഇബാദില്ലദീന ആമനൂ ഇന്ന അർളല്ലാഹി വാസിഉൻ. പടച്ചവൻ പറഞ്ഞില്ലേ, പടച്ചവന്റെ ഭൂമി വിശാലമാണ്. വഇയ്യായ ഫത്തഖൂൻ, നിങ്ങൾ എവിടെ ഏത് ഭൂമിയിൽ ചെന്നാലും ഏത് പ്രദേശത്ത് ജീവിച്ചാലും, നാട്ടില് നമുക്ക് തൊഴിൽ കിട്ടാത്തതുകൊണ്ട് അല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? ജീവിക്കാനല്ലേ പോകുന്നത്, അധ്വാനിക്കാനല്ലേ പോകുന്നത്? ആ അധ്വാനവും ആ തൊഴിലും ആ ജീവിതവും സ്വന്തം കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും മാത്രം നോക്കി അഭിഷേകിലേക്ക് പോയ ആദ്യത്തെ ആ രണ്ട് സംഘങ്ങളായ മുഹാജിറുകൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാമിന്റെ ഗതി എന്താകുമായിരുന്നു? അവരൊന്നും ചെയ്യാണ്ടിരുന്നോ ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി? നമ്മൾ ആരെയാ കാത്തിരിക്കുന്നത്? നമ്മൾ ആരോടാണ് സമാധാനം പറയാ? നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളുമായി, ജോലിയുമായി, ജീവിതമായി, അതിന്റെ മെച്ചപ്പെടുത്തലുകളുമായി മാത്രം മുന്നോട്ട് പോകുമ്പോ നമ്മൾ ആരോട് സമാധാനം പറയും? നമ്മൾ എന്ത് ചെയ്യും? ഇബാദല്ലാഹ്, ഇന്ന ഹാദിഹിൽ ഹിജ്റ അല്ലതി ഹാജറൽ മുസ്ലിമൂൻ ഇലാ ഹബശ മിൻ അവാഇലി അൽ-ഇസ്ലാം, മിൻ അവാഇലി റിസാലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിജ്റത്തുൻ മുബാറക ലൻ തകുൻ മുജറദ ഫിറാർ ബിൽ ജസദ് ബൽ കാനത് റിഹ്ലത്തുൻ ലിഇഗ്ലാഇ ദീനില്ലാഹ് വലിനശ്രി ദീനില്ലാഹ് വദ്ദഅവ ഇലല്ലാഹ്. അവർ തടിയായിട്ട് പോയതല്ല, അവരുടെ ശരീരം കൊണ്ട് മാത്രമല്ല അവർ ഹിജ്റ നടത്തിയത്, മറിച്ച് അവർ ഹിജ്റ പോയത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായിട്ടാണ്, അതിന്റെ പ്രബോധകരായിട്ടാണ്, അതിന്റെ ആളുകളായിട്ടാ പോയത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലിയതാ. ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം തന്നു നിങ്ങൾക്ക്. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന, നന്മ ചെയ്ത് ഒരുപാട് പ്രവർത്തിച്ച് നോക്കുമ്പോ കാലം കഴിയുമ്പോ പലതരത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പലതും മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആക്കാനാണോ ഉദ്ദേശം? ഒന്നും ഒരു തരക്കും ഉപകാരപ്പെടാത്ത വിധത്തിൽ അങ്ങനെ ഈ ജീവിതത്തിന്റെ ആദ്യവും അവസാനവും അങ്ങനെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് പകലിന്റെയും രാത്രിയുടെയും ആ സമയങ്ങളിലൂടെ അങ്ങനെ കഴിഞ്ഞുകൂടി പകലെന്താ ചെയ്യേണ്ടത് അത് ചെയ്ത്, രാത്രി സ്വന്തത്തിന്റെ ആവശ്യത്തിന് എന്തൊക്കെയാ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്ത് അങ്ങനെ പോകാനാണോ ഉദ്ദേശിച്ചത്? ആകാൻ പാടില്ല. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തജല്ല ذلك في موقف جعفر بن أبي طالب رضي الله عنه، موقف دعوتهم، موقف الدعوة إلى الله سبحانه وتعالى، حينما قال للملك أيها الملك كنا قوما أهل جاهلية. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ അതിശക്തമായ വാക്കുകളുണ്ട്. അവിടെയും വിശ്വാസികളെ
സ്വൈര്യമായി ജീവിക്കാൻ വിടാതെ അവർക്കിടെ കുതന്ത്രങ്ങളുമായി കടന്നു വന്ന മുശ്രിക്കുകളെയും അങ്ങോട്ട് കടന്നു വന്ന സഹാബത്തിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് നജ്ജാശി രാജാവ് വിചാരണ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. ആ കേൾക്കുന്നതിനിടയിൽ ജാഫർ റളിയല്ലാഹു അൻഹു അതിശക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ ജാഹിലിയ ആളുകളായിരുന്നു, അന്ധകാര യുഗത്തിൽ ജീവിച്ച ആളുകളാ. തെറ്റെന്താണ് ശരിയെന്താണെന്ന്, നീതി എന്താണ് അനീതി എന്താണെന്ന്, ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാ ഞങ്ങൾ. നഅബുദുൽ അസ്നാം വനഅകുലുൽ മൈത, ബിംബങ്ങളെ ആരാധിക്കുന്നവരാ, ശവം തിന്നുന്നവരാ. വനഅതി അൽ ഫവാഹിഷ്, മ്ലേച്ഛമായ എന്തൊക്കെയുണ്ടോ അത് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നു, ഞങ്ങളിലേക്ക് ഒരു ദൂതനെ അള്ളാഹു അയച്ചു തന്നു. ഞങ്ങളോട് പറയണം, ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹം, നിങ്ങൾ എവിടെയായിരുന്നാലും സത്യം മാത്രമേ പറയാവൂ, സത്യത്തിന്റെ ആളുകളായി മാറണം. എവിടെ ചെന്നാലും, ഏത് ലോകത്തായിരുന്നാലും, ഏത് സമയത്തായിരുന്നാലും, എന്തിലായിരുന്നാലും, നാട്ടിലായിരുന്നാലും, വിദേശത്തായിരുന്നാലും, ജോലിയിലായിരുന്നാലും, കുടുംബത്തിലായിരുന്നാലും, എവിടെയായിരുന്നാലും സത്യത്തിന്റെ ആളുകളാകണം, സത്യം മാത്രം പറയണം. വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളുണ്ട്, ആ അമാനത്തുകൾ വിട്ടുകൊടുക്കണമെന്ന്. അമാനത്തുകൾ നിങ്ങളെ ഏൽപ്പിച്ചു പലതും. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അമാനത്താണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അമാനത്താണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അമാനത്താണ്, നിങ്ങൾ ജോലി ചെയ്യുന്നിടം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും സാധന സാമഗ്രികളും ഒക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ആ അമാനത്തൊക്കെ കൃത്യമായി അങ്ങനെ തന്നെ വ്യക്തമായി നിങ്ങൾ വിട്ടുകൊടുക്കണേ, അതങ്ങനെ നിർവഹിക്കണേ എന്ന് ഞങ്ങളോട് പറഞ്ഞു. വസിലത്തി റഹം, ബന്ധങ്ങൾ ചേർക്കണം, കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ മാനിക്കണം, ചേർക്കണം, അതുമായി നല്ല നിലക്ക് മുന്നോട്ട് പോകണം. വഹുസ്നുൽ ജിവാർ, അയൽപക്ക ബന്ധവും ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കണേ എന്നൊക്കെയാ ഞങ്ങളോട് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഉപയോഗിക്കേണ്ട, ജീവിതത്തിൽ അവർ സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി ശക്തമായി ജാഫർ റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അദ്ദേഹം അവിടെ കഴിയുന്നത്. അദ്ദേഹം പിന്നെ തിരിച്ചു വരുമ്പോ അദ്ദേഹം ആ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോ 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ജഅഫർ ഇബ്നു അബീ താലിബ് മിൻ ഹബ്ശ ഇലാ ബലദിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് മദീനയിലുള്ള സമയത്ത് അദ്ദേഹം അങ്ങോട്ട് തിരിച്ചു വരുമ്പോ കാന വലബിസ ജഅഫർ ഇബ്നു അബീ താലിബ് ഫി ഹബ്ശ 15 സന, 15 വർഷമാണ് അദ്ദേഹം അവിടെ താമസിക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ ഉള്ളത് മദീനയിലാ. അവിടെ ഒരു പ്രധാനപ്പെട്ട യുദ്ധം കഴിഞ്ഞു വരിക, ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരിക. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യർജിഉ മിൻ ഉസ്ബതി ഹുനൈൻ ഹീനമാ യറാ ജഅഫർ ഇബ്നു അബീ താലിബ് وهو يرجع إلى مدينة وقال ما أدري بأيهما أنا أسر بفتح خيبر أو بقدوم جعفر. ഖൈബർ യുദ്ധമാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാ. ഏത് കാര്യത്തിലാണ് ഞാൻ ഇപ്പൊ എപ്പോഴും കൂടെ സന്തോഷിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. രണ്ട് സന്തോഷങ്ങളാണ് എന്റെ മുമ്പിലുള്ളത്. ഒന്ന് മഹത്തായ ഒരു വിജയമാണ്. ഖൈബർ യുദ്ധത്തിൽ മുസ്ലിം പട വിജയം കൈവരിച്ച ആ പ്രധാനപ്പെട്ട നേട്ടം, അതിന്റെ വിവരമാണ് ഞാൻ ഒരു ഭാഗത്ത് നിന്ന് അറിയുന്നതെങ്കിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് ഞാൻ അറിയുന്നത് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു വരിക. പ്രവാസം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരിക. മക്കത്തേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയുന്നില്ല. അദ്ദേഹം മദീനയിലേക്കാണ് പോകുന്നത്. കാരണം എന്റെ റസൂൽ അവിടെയാണുള്ളത്, എന്റെ കൂട്ടുകാർ അവിടെയാണുള്ളത്, എന്റെ കൂടെ ഈമാനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി പടവരുതുന്ന എന്റെ കുളപ്പുറപ്പുകൾ അവിടെയാണുള്ളത്. അതുകൊണ്ട് അങ്ങോട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയാണ് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ആ സന്തോഷമാണ്, ആ
ആ സന്തോഷമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവെക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ والصلاة والسلام على رسوله محمد المصطفى وعلى آله وصحبه ذوي الفضل والوفاء ما بعد أوصيكم وإياي بتقوى الله. ഏകനായ പടച്ചറബിന്റെ വിധികളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ജീവിതം ക്രമീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. വകാന ഫീഹി الذي هاجر إلى الحبشة رسول الله صلى الله عليه وسلم الصحابة الجليل ابن مسعود رضي الله عنه. അക്കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാ? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അൻ യഖറഅ അൽ ഖുർആൻ വല്ലൻ കമാ ഉൻസിൽ ഫലയഖറഉഹു അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്. ഉമ്മ അബ്ദ് എന്നറിയപ്പെടുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് കേൾക്കണം, അതറിയണം, അത് മനസ്സിലാക്കണം. ഖുർആൻ എങ്ങനെയാ കൃത്യമായിട്ട് ഓതേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ഖുർആൻ പണ്ഡിതൻ റസൂൽ അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ ഓതി കേട്ടിട്ടുണ്ട്, റസൂൽ കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാരായണം കേട്ടപ്പോൾ അവരൊക്കെ ആ അങ്ങാടിയിൽ ചെന്ന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു വാചകമുണ്ട്, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വഖാല ഇബ്നു മസ്ഊദ് ഔ റുവിയ അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ലൗ കാന അശ്ശബ്സ് ലൗ കാന അസ്സബ്ർ വശുക്ർ ബഈറൈൻ മാ ബാലൈതു അയ്യുഹുമാ റകിബ്. ലൗ കാന അസ്സബ്ർ വശുക്ർ ബഈറൈൻ മാ ബാലൈതു അയ്യുഹുമാ റകിബ്. സബറും ശുക്റും രണ്ട് ഒട്ടകങ്ങളാണെങ്കിൽ എന്റെ ജീവിതയാത്രയിൽ ആ ഏതൊട്ടകപ്പുറത്ത് കയറുന്നത് കൊണ്ട് എനിക്കെന്താ വിരോധം? രണ്ടായാലും ഞാൻ വിജയി തന്നെയല്ലേ, രണ്ടായാലും ഞാൻ എന്റെ ലക്ഷ്യം കാണാൻ എനിക്ക് സാധിക്കുമല്ലോ. ഇത്തരത്തിലുള്ള യാത്രകളെയും ജീവിതത്തിൽ വന്ന സാഹചര്യങ്ങളെയും ഒക്കെ ഓർത്തുകൊണ്ട് പറയുന്ന കാര്യ. ജീവിതത്തിൽ പലതും ക്ഷമിക്കേണ്ടി വരുമ്പോ, ജീവിതത്തിൽ നന്ദി കാണിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ ആ രണ്ട് സന്ദർഭങ്ങളെയും അവധാനതയോടെ, കൃത്യതയോടെ, വ്യക്തതയോടെ നമ്മൾ നേരിടണം. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള ആളുകളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ പലരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവേ, അവർക്കും അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ മഗ്ഫിറത്തും ബർക്കത്തും നൽകുമാറാകണേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരുമാറാകണേ. ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും നീ കൈവരുത്തുമാറാകണേ. നാടുകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ നീ ഉണ്ടാക്കി കൊടുക്കുമാറാകണേ. പടച്ചവരെ, പാവങ്ങളാണ്, കഴിവില്ലാത്തവരാണ്, മിസ്കീനുകളാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നിന്റെ സഹായം ഞങ്ങൾക്ക് നീ സദാ കനിഞ്ഞരുളി നൽകുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب سراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا وبلاد المسلمين من كل سوء. اللهم اجمع كلمتهم على الحق وألف بين قلوبهم وادفع عنهم الفتن ما ظهر منها وما بطن. اللهم من أراد الإسلام والمسلمين سوءا فاشغله بنفسه ورد كيده في نحره واجعل تدبيره تدميرا عليه
واحفظ إخوتنا المرابطين وثبت الأرض تحت أقدامهم وارحم شهداءنا برحمتك يا أرحم الراحمين. ووفق اللهم أميرنا وولي عهده لهداك واجعل أعمالهما في طاعتك ورضاك، واجعل هذا البلد آمنا مطمئنا رخاء سخاء يا رب العالمين، دار أمن وإيمان وسائر بلاد المسلمين. وآخر دعوانا الحمد لله رب العالمين.